ഇത് കണ്ട കണ്ട അത് തന്നെ എൻ്റെ പൂ നോക്ക് പൂവ് അടുക്കളത്തോട്ടത്തിലൊരു കോളിഫ്ലവർ അടിപൊളി. ക്യാബേജിന്റെ കൂട്ടം 1 2 ക്യാബേജ് 2 3 അല്ല കുഞ്ഞിക്കോ ഇതുണ്ട്. ഓരോന്നിനും പേര് പറയാം. ഇത് വള്ളിപ്പയർ. എങ്ങനെ വളർത്തിയെടുത്തത്? ശരിക്കും ഒരു കർഷക സ്ത്രീ തന്നെ. കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം നയിക്കുന്ന ശ്രീമതി പങ്കജാക്ഷി അമ്മയെ പരിചയപ്പെടുക. പണ്ട് നമ്മളിത് ഇവിടെ ഞാനും രാമൻ ജനിക്കുന്നതാണെങ്കിലാണ് കൃഷി. അപ്പം അല്ലാതെ നട്ട് വെച്ചാൽ പിണങ്ങണമെങ്കിൽ അമ്മ ഓടി വന്നെല്ലാം വീടുന്നു. അങ്ങനെ വളരെ പാരമ്പര്യത്തിലൂന്നിയ കൃഷിയെടുപ്പാണ്. 4 മക്കളുമായി നിൽക്കുന്ന വഴുതന. കണ്ണുവിടല്ലേ പുതിന, കണ്ണുവിടല്ലേ, ആരും തന്നെ കണ്ണുവിടല്ലേ. പുതിന, മുളക്, ചീരത്തൈകൾ. അഭിമാനപൂർവ്വം presenting the cabbages, triple cabbages. ഒരു ഇഞ്ച് ഭൂമി പോലും ടൊമാറ്റോ നിങ്ങളുടെ കൈവിരൽ തുമ്പിൽ. അതിനിടയ്ക്ക് ചൈനീസ് ഓറഞ്ചുകളും, അതിനൊക്കെ വാലുമുറിയന്മാരുടെ പിള്ളേരെ മൂത്രം ഒഴിച്ചു. ഇതൊരു ഔഷധ സസ്യം, മുയൽ ചെവിയൻ. ഔഷധ സസ്യങ്ങളും അതിന് ഇടവിളവായി ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. ബ്രഹ്മിയും തണ്ണിമത്തനും കൂടെ ഇതിനൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കുകയാണ്. ഇതിനിടയിൽ കാവൽ മാലാഖകളെപ്പോലെ പരിലസിക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ. ഇതാണോ വെള്ളരി? ഇത് സാലഡ് വെള്ളരി. വെള്ളരിയാണ്. ഇത് വഴുതന, വള്ളി വഴുതന. കാർവാഴ വളരെ ഔഷധം. അലോവേര എന്ന് ഇപ്പോൾ ഓമന പേര്, ഇംഗ്ലീഷിൽ ഓമന പേരുള്ള എല്ലാവരുടെയും ചീനിയമരകൾ. ചീനിയമരയുടെ പൂവ് കണ്ടിട്ടുണ്ടോ? ചീനിയമരപ്പൂക്കൾ. നിങ്ങളുടെ മുറ്റത്ത് ഒരു ചീനിയമര നട്ടാൽ അതിൽ എന്തുമാത്രം ഫലം കിട്ടും. പൂക്കളും കായ്കളുമായി ചീനിയമര.
നട്ടിരിക്കുന്നു. മൂത്തമ്മ പൂകളും കൈകളുമായി നിൽക്കുന്ന വെണ്ട. നിങ്ങൾ ഈ നിൽക്കുന്നത് നാട്ടിൻപുറത്തിനിടയിലാണെന്ന് തോന്നുമാർ ഇത്രയും വളരെ വിജയകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് കൃഷിയിടം വ്യാപിപ്പിച്ച് ഒറ്റയ്ക്ക് മട്ടുപ്പാവ് കൃഷിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ഈ വീട്ടമ്മയായ മൂത്തമ്മ. ഇന്നത്തെ വിളവെടുപ്പ് ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറി സ്വന്തമായി എടുത്തു കഴിഞ്ഞു. ശ്രമത്തിൽ വിളവ് കൊയ്യാൻ മാത്രം വളർന്ന മക്കളും ചെറുമക്കളും പ്രായത്തിൻ്റെ തെല്ലും അവശതകൾ വഹിക്കാതെ ഇത്രയും വിജയകരമായി മട്ടുപ്പാവ് കൃഷി നടത്തിയ താങ്കളുടെ ശ്രമം വളരെ അഭിനന്ദനീയമാണ് എന്ന് ഇത്തരുണത്തിൽ അങ്ങോട്ട് പോകാൻ പറ കൊച്ചോളെ. എന്താണ് ഇതിന് പ്രചോദനം? മരുമക്കളെ കണ്ടാണ് പഠിച്ചത്. ആ അതെ, മരുമക്കളാണ് തങ്ങളുടെ പ്രചോദനം. വായിൽ തോന്നിയത് കോത. മിണ്ടാ പൂച്ചയായിരിക്കുന്ന
വേറൊരു മരുമകനുമാണ്. ഇന്നിപ്പോ ഇത്തിരി ഒരു പനി തന്നെ കേട്ടാ, ഒരു ചൂട് വന്നു. അപ്പൊ പിന്നെ പണം. സർക്കാരിൻ്റെ ഓണക്കൃഷി പദ്ധതി വളരെ മുമ്പ് തന്നെ മനസ്സിൽ കണ്ട് ഓണത്തിന് മുമ്പ് തന്നെ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഓണത്തിന് പാകമാണ് ഇതെല്ലാം. ടൊമാറ്റോ മാവേലി മന്നനെ വരവേൽക്കാനായി കറക്റ്റ് ഓണം. കൃഷിമന്ത്രി ഒന്ന് ക്ഷണിക്കായിരുന്നു അവര് സത്യത്തില്. കൃഷിമന്ത്രി അതാണ് ഞാൻ നട്ടത് ഈ വെണ്ടയ്ക്കൊക്കെ. അങ്ങനെ താങ്കളുടെ ഈ ശ്രമഫലത്തെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദനിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ടും പോഴ്ത്തിയിട്ടും ആ ഒരു ഹംബിൾനെസ് മുഖത്ത് കാണുന്നില്ലേ? അതാണൊരു പ്രത്യേകത. അതാണ് മഹത്വം. അങ്ങ് വിളിക്കൂ.